അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് സ്പെയിനിൻ്റെ വ്യോമപാത ഉപയോഗിക്കാനാവില്ലെന്നും അത് തടയുകയാണെന്നും സ്പെയിൻ ഉറച്ച നിലപാടെടുത്തു. പാകിസ്ഥാൻ്റെ മധ്യസ്ഥ ശ്രമമൊക്കെ നല്ലതാണെങ്കിലും അതിനോട് സഹകരിക്കാൻ ഇറാന് താൽപ്പര്യമില്ലെന്ന് ഇറാനും അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ 2 നയതന്ത്ര നീക്കങ്ങളായിരുന്നു ഇത്. കൂടാതെ ഖത്തർ അമീറും ജോർദാൻ രാജാവും ജിദ്ദയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിക്കുന്നു എന്ന പ്രതീതി നൽകി സാമ്പത്തിക ഘടകങ്ങളെ പിടിച്ചു നിർത്തുകയും എന്നാൽ ആക്രമണം തുടരുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നതെന്ന് ഈ യുദ്ധത്തെ വിശകലനം ചെയ്യുന്നവർ പറയുകയും ചെയ്യുന്നു. തലയൂരാനാവാതെയാണ് ട്രംപ് നിൽക്കുന്നത്. ഇത് തകർത്താലുണ്ടാകുന്ന നാശം പശ്ചിമേഷ്യയുടെ പൂർണ്ണമായ നാശമാണെന്ന് തിരിച്ചറിയുന്നവരാണ് പരിഹാരം കാണാൻ നെട്ടോട്ടമോടുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം 3 ദിവസം കൊണ്ടും 4 ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടും അവസാനിക്കുമെന്ന് പറഞ്ഞത് ഒരവസാനവുമില്ലാതെ മുന്നോട്ട് നീങ്ങുകയാണ്. ഹോർമിസ് കടലിടുക്കും അതുപോലെ തന്നെ ഹൂത്തികൾ രംഗത്തിറങ്ങിയതോടുകൂടി റെഡ് സീയിലെ സ്ട്രെയ്റ്റും ഒക്കെ വളരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ച് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ്. ലോകത്തെല്ലായിടത്തും എല്ലാ വസ്തുക്കൾക്കും വില കൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില രാജ്യങ്ങൾ ഉറച്ച നിലപാടുമായി രംഗത്ത് വരികയും ഒരു രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഈ യുദ്ധത്തെ എങ്ങനെയാണ് ലോകം നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിട്ടാണ് എല്ലാവരും വീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ രാജ്യം ചെറുതാണെങ്കിലും സ്പെയിൻ ഉറച്ച നിലപാടെടുത്തു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഞങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാൻ പാടില്ല, വ്യോമപാത അടയ്ക്കുകയാണ്, അതിന് യുദ്ധത്തിന് അനുവാദം നൽകുകയില്ല എന്ന ഉറച്ച തീരുമാനമാണ് എടുത്തത്. യുദ്ധമുണ്ടാക്കുന്ന വിനാശകരമായ സംഗതികളെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുകയാണെന്നാണ് സ്പെയിനിൻ്റെ നിലപാട്. മധ്യസ്ഥ ശ്രമമെന്നോണം ഇസ്ലാമാബാദിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഈ പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ കൂടിയ യോഗത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് ഇറാൻ അറിയിച്ചത് ഇറാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും അതുമായി സഹകരിക്കാനില്ല എന്ന് തന്നെയാണ്. കാരണം യുദ്ധം അവസാനിപ്പിക്കാനോ ഡീഎസ്കലേറ്റ് ചെയ്യാനോ അല്ല അമേരിക്ക ഉദ്ദേശിക്കുന്നത്, മറിച്ച് പ്രസ്താവനകളിലൂടെ എണ്ണവിലയും ബാക്കിയുള്ള സംഗതികളും സ്റ്റോക്ക് മാർക്കറ്റുമൊക്കെ ഹോൾഡ് ചെയ്യുകയും എന്നാൽ സമാനമായ രീതിയിൽ യുദ്ധത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇസ്ഫഹാനിൽ കഴിഞ്ഞ ദിവസവും ആക്രമണമുണ്ടായി. എന്നാൽ ഇസ്രയേലിൽ 7 സ്ഥലത്ത് ഹൂത്തികളും അതുപോലെ തന്നെ ഇറാനും ചേർന്ന് പ്രത്യാക്രമണവും നടത്തി. യുദ്ധം വല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെ പ്രതിസന്ധിയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ കാരണം എണ്ണക്കുതിയാണെന്ന് ട്രംപ് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. കാർഗേ ദ്വീപ് മോഹിച്ചുവെന്നും അവിടുത്തെ എണ്ണ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് പറയുന്നത്. ചിലരൊക്കെ പ്രസ്താവന നടത്തിയത് അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ട് പൊറുതിമുട്ടി ട്രംപ് അവിടെ നീതി നടപ്പിലാക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞവർക്ക് നമോവാകാം.